ഹലോ ഗൈസ്, കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായ ഭാവങ്ങളാണ് എൻ്റെ അനിയത്തിയുടെ മുഖത്തൂടെ മിന്നിമായുന്നത് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇതാണ് ഗൈസ് പുച്ഛഭാവം. വാവ്, നല്ല രസമുണ്ട്. പിന്നെ കാണാൻ പോകുന്നതാണ് കഥകളി. നല്ല രസമില്ലേ? കണ്ട ഇത് വട്ടാണെന്ന് തോന്നത്തേ ഉള്ളൂ, എങ്കിലും നമുക്ക് വല്ല നവരസം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ റോഡ് തീരുന്നത് വരെയും, അതായത് കട എത്തുന്നത് വരെയും നമ്മൾ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് സഹിച്ച് നിന്നേ പറ്റും. ഞാൻ മാത്രമല്ല, റോഡിൽ നിൽക്കുന്നവരും. അവസാനം ഞങ്ങൾ സൂപ്പർ എത്തിക്കഴിഞ്ഞിട്ടും അവളുടെ സാഹസങ്ങൾക്കൊന്നും കുറവില്ല ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സംഗതിയില്ലേ, ഒരു ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടാണ്. ചെമ്മീൻ ജെറ്റ് കിട്ടാനൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ഇങ്ങനെ വെറുതെ നിൽക്കാനാണ്. നമ്മൾ വിചാരിക്കും വേറെ എന്തോ വലിയ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ വന്നതെന്ന്. പിന്നെ ഇവിടുന്ന് തിരിച്ച് യൂട്ടേൺ എടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കണ്ടിട്ട് എന്നെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് എനിക്ക് വേണമെന്ന് ചോദിക്കും. അതിനുള്ള മറുപടി കിട്ടുമ്പോൾ അവൾ വീണ്ടും നേരെ നടന്നിട്ട് അവളുടെ പോയിന്റിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ചിരിയും നാണമൊക്കെ ആ മുഖത്ത് വന്ന് മിന്നി മറയുന്നത് നിങ്ങൾക്ക് കാണാം. ഫൈനലി എൻ്റെ കുട്ടി അവളുടെ കർമ്മത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്നെ ഓരോ ബിസ്ക്കറ്റും എടുത്ത് അവൾ കാണിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഈ ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊന്നും അഭിപ്രായം പറയാറില്ല. പിന്നെ ഓരോ ബിസ്ക്കറ്റ് എടുക്കും, ബാസ്ക്കറ്റിലിടും, തിരിച്ചു വയ്ക്കും, എടുക്കും, ഇടും. ഇത് തന്നെ അവളുടെ മെയിൻ പരിപാടി. ഫൈനലി അവൾ ഏതോ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി കൗണ്ടറിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള നവരസം ഞാൻ കാണിച്ചു. പിന്നെ അവൾക്ക് വേണ്ട ആവശ്യമുള്ള മുട്ടായൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബില്ലടിക്കാൻ സാധനമൊക്കെ വെച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. ബാക്കി ഞാൻ കാണിച്ചു തരാം.